ഗുഡ് മോർണിംഗ്. അപ്പം ഞാൻ ഇന്ന് മക്കളെ സ്കൂളിലൊക്കെ വിട്ടതിന് ശേഷം വീട്ടിലെ പണിയൊക്കെ അത്യാവശ്യം ഒന്ന് ഒതുക്കി, എന്നിട്ട് വൈകുന്നേരത്തേനുള്ള ഭക്ഷണത്തിൻ്റെ പരിപാടി കേട്ടോ, എൻ്റെ ഫുഡിൻ്റെ കേട്ടോ. അപ്പം ഞാൻ കുറേ കാലമായിട്ട് ഇപ്പം ആഴ്ചയ്ക്ക് ഒരു 3 ദിവസം, എല്ലാ ദിവസമൊന്നുമില്ല, 3 ദിവസം ഓവർനൈറ്റ് ഓട്സാണ് കഴിക്കുന്നത്. എൻ്റെ കാര്യം വരുമ്പോൾ അതൊരു ഓവർ നൈറ്റ് ഓട്സ് മാറിയിട്ട് ഓവർ ഡേ ഓട്സ് ആകും കേട്ടോ. കാരണം രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ സാധാ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ കഴിക്കുന്നത്. കാരണം എല്ലാ ദിവസവും നമ്മൾ മാറ്റി മാറ്റി വേറെ വേറെ ബ്രേക്ക്ഫാസ്റ്റാണല്ലോ ആക്കുക. അതുകൊണ്ട് പിന്നെ പിന്നെ അത് മാത്രമല്ല, എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് കഴിക്കുന്ന ഫുഡ് എന്ന് പറഞ്ഞാൽ രാവിലെയാണ് കൂടുതൽ. ഉച്ചയ്ക്കും വൈകുന്നേരവും, പിന്നെ ഉച്ചയ്ക്ക് പിള്ളേരുണ്ടെങ്കിൽ ചേട്ടായി ഉണ്ടാവില്ല, വൈകുന്നേരം പിള്ളേരുണ്ടപ്പോൾ ചേട്ടായില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെയാണേ. അപ്പോൾ എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് കഴിക്കുന്ന ഫുഡ് വൈകുന്നേരം പിന്നെ രാവിലത്തെ ആണ്ട് ഞാനത് സ്കിപ്പ് ചെയ്യാറില്ല. ഇത് വൈകുന്നേരത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ആക്കുന്നത്. അപ്പം പിന്നെ ആദ്യം തന്നെ റോൾഡ് ഓട്സ് ആണ് എടുത്തേക്കുന്നത്. ഞാനതൊരു പിന്നെ ഇങ്ങനെ കേട്ടിട്ടാണ് റോൾഡ് ഓട്സ് എടുത്തത്. പക്ഷേ മറ്റേ സാധാ ഓട്സ് എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഓട്സ് എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാനിപ്പോൾ നട്ട്സായിട്ട് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ മത്തൻ കുരു, അതേപോലെ സൂര്യകാന്തിയുടെ കുരു, ചിയ സീഡ്, പിന്നെ ഫ്ലാക്സ് സീഡ്, ഇതൊക്കെയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇനിയും പിന്നെ അതേപോലെ ക്യാഷ്നട്ട്, ബദാം, പിസ്ത, നമുക്ക് അത്യാവശ്യം നമ്മുടെ വീട്ടിലുള്ള ഈ കഴിക്കുന്ന നട്ട്സ് ഐറ്റംസ് എല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനൊന്നും ഒരു കുഴപ്പമില്ല. നമ്മുടെ വീട്ടിൽ എന്താണോ ഉള്ളത് അതൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ ഡേറ്റ്സ് ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ ഓരോന്നോരോതായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എല്ലാം കുറേശ്ശെ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ സൺഫ്ലവർ സീഡ് ആയാലും അല്ലെങ്കിൽ പംകിൻ സീഡ് ആയാലും ഒക്കെ കുറേശ്ശെ ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ചിയ സീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി ഇങ്ങനെ പിന്നെ മുകളിൽ നിരത്തി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു കൈ കൊണ്ട് ക്യാമറ പിടിച്ചിട്ട് ഒരു കൈ കൊണ്ട് ഇടുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഇത്ര സ്ലോയിലിടുന്നത്. വെച്ച് കഴിഞ്ഞാൽ ക്യാമറ പിടിക്കാൻ ആളില്ല, അവരെല്ലാവരും പോയല്ലോ. അപ്പം ലാസ്റ്റ് ഞാനിപ്പോൾ ഇത് ചിയ സീഡും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ഫ്ലാക്സ് സീഡ് മാത്രം ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഒന്ന് ചെറുതായിട്ട് ചീനിച്ചട്ടിയിലിട്ടിട്ട് റോസ്റ്റ് ചെയ്തിട്ടാണ് എടുത്ത് ഭരണിയിൽ വെച്ചത്. അപ്പോൾ ഇതേ ഈ ഒരു പരുവത്തിലായി കേട്ടോ. ഇതിനകത്ത് പിന്നെ നമുക്ക് ആപ്പിൾ ഉണ്ടെങ്കിൽ ആപ്പിൾ ഇട്ട് കൊടുക്കാം, അതേപോലെ പൊംഗ്രാനറ്റ് ഒക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ പഴം ചേർക്കുന്നുണ്ട്, പക്ഷേ അത് കഴിക്കാൻ നേരത്തെ എനിക്ക് നേരത്തെ പഴം ഇട്ടിട്ട് ഫ്രിഡ്ജ് വെക്കുന്നതൊരു ഇഷ്ടമില്ല. ഇനി ഇതിലോട്ട് തണുപ്പിച്ച പാല്, തണുപ്പിച്ച മീൻസ് ഫ്രിഡ്ജിൽ തണുപ്പിച്ചതല്ല, തിളപ്പിച്ചിട്ട് നമ്മൾ ചൂട് ആറിച്ച പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഒന്ന് നേക്കാൻ മാത്രം, കാരണം ഇതെല്ലാം ഒന്ന് കുതിരണമല്ലോ, നേക്കാൻ മാത്രം ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇനി ഇതിപ്പോൾ ഒരു പിന്നെ 6 മണിക്കൂർ കിട്ടത്തില്ല. ഇപ്പോൾ ഏകദേശം മക്കളൊക്കെ പോയിട്ടൊരു 10 മണിയൊക്കെ ആയി സമയം. ഇതിനെ എടുത്തിട്ട് ഞാൻ ഫ്രിഡ്ജിലോട്ട് വയ്ക്കും. അതിന് ശേഷം ഫ്രിഡ്ജിലിരുന്നിട്ട് ഇതൊന്ന് സെറ്റായിട്ട് വരണം. ആ സമയത്തിൽ പിന്നെ പാലിങ്ങനെ നികക്കി ഒഴിക്കുവാണെങ്കിലാണ് നമുക്ക് കറക്റ്റ് ഒരു കഴിക്കാൻ പരുവത്തിലാകുന്നത് കേട്ടോ. അങ്ങനെ ഏകദേശം ഇപ്പം വൈകുന്നേരമായിട്ടുണ്ട്, ഒരു 6-6:30 സമയമായിട്ടുണ്ട്. ഇത് നല്ലൊരു ഹെൽത്തി ഫുഡാണ്. എല്ലാം നമുക്ക് ശരീരത്തിന് വേണ്ടതെല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ഫുഡാണ്. അതുകൊണ്ട് തന്നെ അയൺ, ഫൈബർ എല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ ഫുഡ് വൈകുന്നേരം പിന്നെ രാവിലെ കഴിക്കുവാണെങ്കിൽ ഒരു കംപ്ലീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ രാവിലെ കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് രാവിലെ കഴിക്കാമെന്നാണ്. ഞാൻ വൈകുന്നേരം കഴിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ പുറത്തെടുത്തതിന് ശേഷം കേട്ടോ ഞാൻ പിന്നെ പഴം മുറിച്ചിടുന്നത്. അപ്പോൾ ഈ പച്ചത്തൊണ്ടുള്ള ഈ പഴമാണ് കേട്ടോ ഇതിനകത്ത് ഇടേണ്ടത്. അങ്ങനെ പഴമൊക്കെ മുറിച്ചെടുത്ത്, വലിയ പഴമായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ പകുതി ഇട്ടുള്ളൂ, കാരണം അല്ലെങ്കിൽ നമുക്കത് മൊത്തം കഴിക്കാൻ പറ്റില്ല, ബാക്കി വരുന്നുണ്ട്. പിന്നെ ഇതിലോട്ടൊരു 2 സ്പൂൺ തേനും കൂടി ഇപ്പോൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ക്യാമറ പിടിക്കാൻ ആളില്ലാത്തതുകൊണ്ട് ക്യാമറ അവിടെ വെച്ചിട്ട് പിന്നെ ഒഴിച്ചത്. അങ്ങനെ ഇത് ഒഴിച്ചു കേട്ടോ. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇപ്പോൾ കണ്ടില്ലേ, ആ പാലൊക്കെ ശരിക്കും പാല് പറ്റിപ്പോയിട്ടോ. ഓട്സും പിന്നെ നട്ട്സും എല്ലാം ആണല്ലോ, പാലെല്ലാം പറ്റി. ഇപ്പം നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇങ്ങനെ ത്രോട്ടിന് പ്രശ്നമൊക്കെ ഉള്ളവർക്കാണെങ്കിൽ കുറച്ച് നേരം പുറത്ത് വച്ചതിന് ശേഷം കഴിച്ചാൽ മതി. പക്ഷെ നല്ല ടേസ്റ്റാണ്. പിന്നെ എനിക്ക് മുത്താറിയൊക്കെ കഴിക്കുന്ന ഹെൽത്തി ആണല്ലോ, ഞാൻ കഴിക്കാറുണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, എനിക്ക് ഇഷ്ടമല്ല കഴിക്കാൻ. പക്ഷേ ഇത് പിന്നെ ഈ ഓട്സ് അതേപോലെ തന്നെ ഈ പാലിൽ കുറുക്കിയൊക്കെ കഴിക്കുമ്പോൾ എനിക്കതൊന്നും കഴിക്കത്തില്ല കേട്ടോ, എനിക്കതൊന്നും ഇഷ്ടമല്ല. പക്ഷേ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. തേനോട് ഒഴിച്ച് കഴിയുമ്പം നമുക്ക് ഇഷ്ടത്തോടെ കഴിക്കാൻ പറ്റും, ഹെൽത്തിയാണ്. അപ്പം അങ്ങനെ ഇന്നത്തെ ഇതാണ് എൻ്റെ പിന്നെ ആഴ്ചയിലൊരു 3 ദിവസത്തെ എൻ്റെ വൈകുന്നേരത്തെ ഫുഡെന്ന് പറയുന്നത് കേട്ടോ. എനിക്ക് നല്ല ക്ഷീണക്കുറവ് തോന്നിക്കാറുണ്ട്. അതേപോലെ ഈ പീരിയഡ്സിൻ്റെ സമയത്തൊക്കെ ആണെങ്കിൽ തലകറക്കമൊക്കെ നന്നായിട്ട് കുറവുണ്ട് കേട്ടോ. നല്ല ക്ഷീണക്കുറവുണ്ട്. വൈകുന്നേരം കഴിച്ചിട്ട് കിടക്കുമ്പോൾ രാവിലെ നമുക്ക് ആ ഒരു അലാറം ഓഫാക്കി വെച്ചിട്ട് കിടന്നുറങ്ങുന്നൊരു സ്വഭാവം ഉണ്ടല്ലോ, അതിലൊക്കെ ഒത്തിരി മാറ്റമുണ്ട്, ഒത്തിരി ഗുണമായിട്ട് തോന്നി കേട്ടോ. അതുകൊണ്ടാണ് ഇതൊരു വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചത്. ഇങ്ങനെ കാണുന്നത് ഒക്കെ ട്രൈ ചെയ്ത് നോക്കാറുണ്ടെങ്കിലും ചിലത് മാത്രമാണല്ലോ നമുക്ക് ഇഷ്ടപ്പെടുക. അങ്ങനെ എനിക്കൊരു ഇഷ്ടപ്പെട്ട ഒരു ഫുഡാണ് കേട്ടോ, നല്ലൊരു ഫുഡാണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ വീട്ടിലുള്ള എല്ലാ ഫ്രൂട്ട്സും എല്ലാം ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാനിത് കഴിച്ച് തീർക്കട്ടെ. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ.